Hello friends, welcome to my YouTube channel. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് 2019 ഇറങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽറ്റിനത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. ഒരുപാട് സ്മാർട്ട് ഫോണുകൾ 2019 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഒരുപാട് പ്രത്യേകതകൾ സ്മാർട്ട് ഫോണുകൾക്കുണ്ടാകും. അപ്പോൾ അതിലുള്ള ചില പ്രത്യേകതകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ഫോണുകളിലും ഇനി വരാൻ പോകുന്ന ഫോണുകൾ ഫോൾഡബിൾ സ്ക്രീനുകൾ ആവാനാണ് ചാൻസ് കൂടുതൽ. അതായത് ഇപ്പോൾ തന്നെ ഫോൾഡബിൾ സ്ക്രീനുകൾ സാംസങ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും 2019 കൂടുതൽ സ്മാർട്ട് ഫോണുകൾ ഈ ഒരു സാങ്കേതിക വിദ്യയിൽ വരും എന്നാണ് അറിയാൻ സാധിച്ചത്. ഫോൾഡബിൾ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീന് മടക്കി വെക്കാൻ സാധിക്കുന്ന സ്ക്രീനാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുക, അതിനുശേഷം മടക്കി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. തുടക്കത്തിൽ പ്രീമിയം ഫോണുകളിലായിരിക്കും ഈ ഒരു ഫോൾഡബിൾ സ്ക്രീൻ വരുന്നത് എങ്കിലും പതിയെ എല്ലാ ബഡ്ജറ്റ് ഫോണുകളിലും ഇത് വ്യാപകമാകും എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. അതായത് ഡിസ്പ്ലേക്കുള്ളിൽ തന്നെ എംബേർഡ് ഫിംഗർ പ്രിന്റ് സ്കാനിങ് സൗകര്യമുള്ള ഫോണുകൾ ഈ വർഷം തന്നെ വിപണിയിൽ ഇറങ്ങും എന്നുള്ളതാണ്. എവിടെയാണ് ഫിംഗർ പ്രിന്റ് പതിപ്പിക്കേണ്ടത് എന്നുള്ളത് സ്ക്രീനിൽ തെളിയും. അവിടെ വിരൽ വച്ചാൽ മതിയാകും ഫോൺ അൺലോക്ക് ആകുന്നതിനായിട്ടും. നിരവധി സ്മാർട്ട് ഫോൺ മോഡലുകളിൽ ഈ ഒരു സാങ്കേതിക വിദ്യയിൽ വിപണിയിൽ ഇറക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അതുവഴി പ്രത്യേകമായൊരു ഫിംഗർ പ്രിന്റ് റീഡർ ഫോണിന്റെ പിന്നിലോ മുന്നിലോ ചേർക്കേണ്ടതില്ല. ഈ സ്ഥലം ഫോൺ നിർമ്മാതാക്കൾക്ക് മികച്ച രീതിയിൽ മറ്റെന്തെങ്കിലുമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. വിശാലമായ ഡിസ്പ്ലേ ഇതുവഴി ലഭ്യമാവുകയും ചെയ്യും. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ്. എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട്. കാരണം കാണാനും നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വലിയൊരു സ്ക്രീൻ തന്നെ നമുക്ക് ലഭ്യമാകും. അതായത് മുകളിൽ ചെറിയൊരു ഡിസൈൻ ഒഴിച്ചാൽ പൂർണ്ണമായുമുള്ള ഡിസ്പ്ലേയോട് കൂടിയായിരിക്കും സ്മാർട്ട് ഫോണുകൾ ഈ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ കാണാനും ഒരു രസമായിരിക്കും, നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ രസമായിരിക്കും. അപ്പോൾ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന 5G തന്നെയാണ്. 5Gയുടെ വർഷമായിരിക്കും മിക്കവാറും 2019 എന്ന് പറയുന്നത്. ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ ഒരു കൂട്ടം സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ ഇറങ്ങുമെന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. നിലവിലുള്ള 4G നിഷ്പ്രഭമാക്കുന്ന വേഗതയോടുകൂടിയാണ് 5G എത്തുന്നത്. അതായത് 5 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു HD സിനിമ ഡൗൺലോഡ് ചെയ്യാനാകും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഡൗൺലോഡിംഗ് സ്പീഡ് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ നിരവധി മേഖലകളിൽ വലിയ സംഭാവന നൽകാൻ തന്നെ 5Gക്ക് സാധിക്കും. സാംസങ്, LG, +1 തുടങ്ങിയ ബ്രാൻഡുകൾ 5G ഹാൻഡ്സെറ്റുകൾ വിപണിയിൽ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാമറയാണ്. ക്യാമറ എല്ലാവരും സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ ക്യാമറയിൽ കൂടിയ മെഗാപിക്സലോട് കൂടിയ ധാരാളം ഫോണുകൾ ഈ 2019 നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമായും ഹോണറും ഷവോമിയുമായിരിക്കും ക്യാമറയുടെ കാര്യത്തിൽ യുദ്ധം ഉണ്ടാവുക. കാരണം അവരുടെ സ്മാർട്ട് ഫോണുകൾ 48 മെഗാപിക്സൽ അതായത് 48 മെഗാപിക്സൽ ക്യാമറയോട് കൂടിയായിരിക്കും 2019 വിപണിയിൽ ഇറക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും 2019 ഇറക്കുന്ന അവരുടെ മൊബൈലിൽ ക്യാമറയിൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഡ്യുവൽ ഫ്രണ്ട് ക്യാമറകളുടെ വർഷം കൂടിയായിരിക്കും 2019. 2019 ക്യാമറയിൽ വരാൻ പോകുന്ന മറ്റൊരു പ്രത്യേകതയാണ് സ്ലൈഡിംഗ് ക്യാമറകൾ. ഓൾറെഡി വിവോ ഇത്തരം ക്യാമറ സ്മാർട്ട് ഫോണുകൾ ഇറക്കിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ ഈ വർഷം പ്രതീക്ഷിക്കാമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് 2019 ഇപ്പോൾ ഇറങ്ങാൻ പ്രതീക്ഷിക്കുന്ന കൂടുതൽ ഫീച്ചേഴ്സുകളുള്ള ഫോണുകളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാമെങ്കിലും ഏകദേശം ഇത്തരം ഫോണുകൾ തന്നെയായിരിക്കും മിക്കവാറും നമുക്ക് 2019 പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി